നമ്മൾ കുറച്ച് നാളത്തേക്ക് മുമ്പ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇന്നിപ്പോൾ എല്ലാ മേഖലയിലും ഡേറ്റ ഡ്രിവൺ ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. ഒരു കമ്പനി പോലും ഇന്ന് അസംഷൻസിലൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻസിലൂടെ ഒന്നും ഡിസിഷൻ എടുക്കാറില്ല. മറിച്ച് എല്ലാ കാര്യത്തിനും കൃത്യമായ ഡേറ്റ വേണം. ആ ഡേറ്റയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള ഡിസിഷൻസാണ് ആ കമ്പനിയുടെ ഗ്രോത്തിനും കമ്പനിയുടെ എല്ലാ ചെറുതും വലുതുമായ ഡിസിഷൻ എടുക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഡേറ്റ എഫിഷ്യൻ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാനും എക്സ്ട്രാക്റ്റ് ചെയ്യാനും പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ കഴിയുന്ന ആൾക്കാർ ഒരു കമ്പനിക്ക് വേറെ എന്തിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ ഇത്തരം ജോലി ചെയ്യുന്നവർ നമ്മൾ ഡേറ്റ അനലിസ്റ്റുകളെന്ന് പറയും. ഡേറ്റ അനലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആർക്കും മാറ്റിവെക്കാൻ കഴിയാത്തൊരു ടൂളാണ് SQL എന്ന് പറയുന്നത്. 2024 എത്തിയിരിക്കുമ്പോൾ ഡേറ്റ അനലിസ്റ്റുകൾക്ക് SQL ഉള്ള ജോബ് റോൾ ഇവോൾവ് ചെയ്യുകയാണ്. ഇന്നത്തെ ഡേറ്റ എൻവയോൺമെൻറ്റ്സ് കോംപ്ലക്സിറ്റി കണക്കിലെടുത്താൽ ഡേറ്റ അനലിസ്റ്റുകൾക്ക് SQL ബോത്ത് ഫണ്ടമെൻ്റൽ ആൻഡ് അഡ്വാൻസ്ഡ് ടെക്നിക്സ് അറിയേണ്ടത് ആവശ്യമാണ്. SQL അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡേറ്റാബേസ് ക്വറി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വെറും ഒരു ലാംഗ്വേജ് അല്ല, മറിച്ച് അതൊരു പവർഫുൾ ടൂളാണ്. ഇതിലൂടെ ഡേറ്റ അനലിസ്റ്റുകൾക്ക് ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാനും മീനിങ് ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്യാനും കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ചെയ്യാനും സാധിക്കും. SQL പഠിക്കുന്നതിൽ ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസാണ് ഒരാൾക്ക് ലഭിക്കുന്നത്. ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും ബിഗ് ഡേറ്റയുടെ വളർച്ചയും കണക്കിലെടുത്ത് SQLൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസും അഡ്വാൻസ് ടെക്നിക്സും ലേറ്റസ്റ്റ് ട്രെൻഡ്സ് മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് ഡേറ്റ അനലിറ്റിക്സ് ഫീൽഡിൽ എക്സൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ക്രൂഷ്യലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഡേറ്റ അനലിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും SQL എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് റോഡ് മാപ്പാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് SQL, എന്തുകൊണ്ട് ഡേറ്റ അനലിസ്റ്റ് SQL പഠിക്കണം, SQL എന്തൊക്കെ പഠിക്കണം, SQL പഠിക്കാനുള്ള ഫ്രീ റിസോഴ്സസ്, SQL നിങ്ങൾക്ക് ചെയ്യാനുള്ള പ്രൊജക്ട്സ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മോൺ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അക്കൗണ്ട്സ്, ഫൈനാൻസ് തുടങ്ങിയ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഈ എഡ്യൂ ലേണിംഗിൻ്റെ എയിം ചെയ്യുന്നത് ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നവർക്ക് ഒരു ടെക്നോളജി കരിയർ നേടാൻ സഹായിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും ഒരു മേഖലയിൽ ജോബ് നേടാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പോഷർ ലഭിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 974621123. So once again, I'm Sahir. Welcome to the new video of Edu Learning. ആദ്യമായിട്ട് SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. ഡേറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ടൂളാണ് SQL എന്ന് പറയുന്നത്. നിങ്ങളൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രോഗ്രാമിലെ ഡേറ്റയുമായി കണക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷനായിട്ട് നമുക്ക് SQLനെ കണക്കാക്കാം. SQLിലൂടെ നമുക്ക് എഫിഷ്യൻ്റ് ഡേറ്റ ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഇൻസേർട്ട് ചെയ്യാനും കോപ്പി ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. എന്തുകൊണ്ടൊരു ഡേറ്റ അനലിസ്റ്റ് SQL പഠിക്കണം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞത് SQL പോലെ എഫിഷ്യൻ്റ് ഡേറ്റ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ സഹായിക്കുന്ന വേറൊരു ടൂൾ ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും SQL എന്ന് പറയുന്നത് റിലേഷണൽ ഡേറ്റാബേസസ് ക്വറി ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചേർഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ലാർജ് ഡേറ്റാബേസിൽ നിന്ന് പോലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം റിട്രീവ് ചെയ്തെടുക്കാൻ നമുക്ക് SQL കൊണ്ട് സാധിക്കും. SQL വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സും അഗ്രിഗേഷൻ കാപ്പബിലിറ്റീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റ ട്രെൻഡ്സും പാറ്റേൺസും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ SQL ഒരുപാട് BI ടൂൾസ് ലൈക്ക് പവർ BI, ടാബ്ലോ, സാസ്, എക്സൽ ആയിട്ടൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ SQL ലൈവ് ഡേറ്റ വെച്ചിട്ട് എഫക്റ്റീവായിട്ടൊരു ഡേറ്റ അനലിസ്റ്റിന് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാറ്റേൺസ് ഡിറൈവ് ചെയ്യാൻ കഴിയും. നാലാമത്തെ ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് ഉണ്ട്. എത്ര വലിയ ഡാറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ SQLിലൂടെ ഡേറ്റ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ, നിങ്ങൾ ഏത് ഡേറ്റ അനലിസ്റ്റിന് ചോദിച്ചാലും അവർക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് പലപ്പോഴും ഡേറ്റ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ ഡ്യൂപ്ലിക്കേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനും അത് റിമൂവ് ചെയ്യാനും ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാനും ഡേറ്റ ടൈപ്സ് കൺവേർട്ട് ചെയ്യാനും ഒരു ഫോർമാറ്റിൽ നിന്ന് വേറൊരു ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യാനൊക്കെ നമുക്ക് SQL ഉപയോഗിച്ചിട്ട് സാധിക്കും. ഇത്രയും കാരണങ്ങൾ മാത്രമല്ല, ഇനിയും ഒട്ടനവധി കാരണങ്ങളുണ്ട് ഒരു ഡേറ്റ അനലിസ്റ്റ് SQL പഠിച്ചിരിക്കണം എന്ന് പറയാനായിട്ട്. നിങ്ങൾക്ക് എഫിഷ്യൻ്റ് പ്രൊജക്ട്സിലൂടെ SQL ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ടോട് പഠിക്കണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 974621123. ഇനി നമുക്ക് SQLിലെ കറണ്ട് ട്രെൻഡ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. മോഡേൺ ഡേറ്റ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ട് SQLിലും ഒരുപാട് ഫീച്ചേഴ്സും അഡ്വാൻസ്ഡ് ക്യാപ്പബിലിറ്റീസും ഒക്കെ വരുന്നുണ്ട്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് JSON സപ്പോർട്ട്. ഇതിലൂടെ സെമി സ്ട്രക്ചേർഡ് ഡേറ്റയും പെർഫോമൻസും സ്പീഡപ്പ് ആക്കാൻ ഇൻഡെക്സിംഗ് ടെക്നിക്സിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. രണ്ടാമതായിട്ട് SQLിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഇൻ മെമ്മറി പ്രോസസ്സിംഗ്, പിന്നെ പാരലൽ എക്സിക്യൂഷനും. ഇത് രണ്ടും കാരണം SQLിൻ്റെ പെർഫോമൻസ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പല ഡേറ്റ സെറ്റ്സ് ഒന്നും ഓട്ടോമാറ്റിക് ക്വറി ഒപ്റ്റിമൈസേഷനും പിന്നെ ലാർജ് ഡേറ്റ സെറ്റ് ഹാൻഡിൽ ചെയ്യാൻ ഡിസ്ട്രിബ്യൂട്ട് പ്രോസസ്സിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. മൂന്നാമതായിട്ട് SQL കൊണ്ടുവന്ന അപ്ഡേറ്റ് ആണ് ബിഗ് ഡേറ്റ സിസ്റ്റംസും ക്ലൗഡ് പ്ലാറ്റ്ഫോംസുമായിട്ടൊക്കെ ഈസിലി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ SQL എഞ്ചിനായ ഗൂഗിൾ BI ക്വറിയും ആമസോൺ റെഡ് ഷിഫ്റ്റും ലാർജ് സെറ്റ് ഓഫ് ഡേറ്റ അനാലിസിസിന് ഉപയോഗിക്കാവുന്നതാണ്. നാലാമത്തതാണ് SQLിൽ നിന്ന് എല്ലാ മെഷീൻ ലേണിംഗ്
ടൂൾസും ഡേറ്റാ സയൻസ് ഫ്രെയിംവർക്സും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ഡേറ്റാബേസസും ഇന്ന് ബിൽട്ടിൻ ആയിട്ട് തന്നെ മെഷീൻ ലേണിംഗ് ഫംഗ്ഷനാലിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ SQL എങ്ങനെ ഒരു ഡേറ്റ അനാലിസിസ് റോളിനായിട്ട് പഠിക്കാം എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ഞാനൊരു 6 സ്റ്റെപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ബേസിക്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കിൽ നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് എന്താണെന്നും അതിൽ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും എങ്ങനെയൊക്കെ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പഠിക്കാനായിട്ട് ടേബിൾസിനെ കുറിച്ചാണ്. ടേബിൾസ് എന്ന് പറയുന്നത് ഓർഗനൈസ്ഡ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചേർഡ് റെപ്പോസിറ്ററീസ് ആണ്. അല്ലെങ്കിൽ രണ്ടാം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെറ്റിംഗ് അപ്പാണ്. അപ്പോൾ അതിനായിട്ട് ഒരു റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ RDBMS ഇൻസ്റ്റാൾ ചെയ്യുക, ലൈക്ക് SQLite അല്ലെങ്കിൽ PostgreSQL ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഒൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു ID ചൂസ് ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് ഒരുപാട് ID യൂസ് ചെയ്യാം. ജൂപിറ്റർ നോട്ട്ബുക്കാണ് നമ്മൾ എഡ്യൂറിൽ ബേസിക്കലി യൂസ് ചെയ്യുക, അല്ലെങ്കിൽ SQL വർക്ക് ബെഞ്ചൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ SQL സെർവർ മാനേജ്മെന്റ് സ്റ്റുഡിയോ, ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ SQL സിൻടാക്സ് മനസ്സിലാക്കുക എന്നുള്ളത്, അതായത് മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ പഠിക്കേണ്ടതെന്ന് SQL ഡിഫറെൻറ്റ് ക്വറീസ് ആണ്. ആദ്യമായിട്ട് പഠിക്കേണ്ടത് സെലക്ട് എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസിൽ നിന്നും ഡേറ്റ റിട്രീവ് ചെയ്യാൻ സഹായിക്കും. ദെൻ രണ്ടാമത്തത് ഫ്രം, ഈ ക്വറി ഏത് ടേബിളിൽ നിന്നാണ് ഡേറ്റ കൊറി ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. മൂന്നാമത്തത് വെയർ, നമുക്ക് കണ്ടീഷൻസ് അനുസരിച്ച് ഡേറ്റ ഫിൽട്ടർ ചെയ്യാൻ സഹായിക്കും. നാലാമത്തത് ഓർഡർ ബൈ, ഡേറ്റ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ നമുക്ക് സോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ക്വറിയാണ് ഓർഡർ ബൈ. ദെൻ നിങ്ങൾക്ക് ബേസിക്കായിട്ട് പഠിക്കുക ലിമിറ്റ് ആൻഡ് ഓഫ്സെറ്റ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ പർട്ടിക്കുലർ കണ്ടീഷൻസ് വെച്ച് ലിമിറ്റ് ചെയ്യാനും അല്ലാന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ റോസ് സ്കിപ്പ് ചെയ്യാനൊക്കെയാണ് നമുക്ക് ലിമിറ്റ് ആൻഡ് ഓഫ്സെറ്റ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റെപ്പ് 3 പറഞ്ഞത് SQLന്റെ ബേസിക് സിൻടാക്സ് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത പഠിക്കേണ്ടത് SQLന്റെ സിൻടാക്സ് ആണ്. മുകളിൽ പറഞ്ഞ 5 ക്വറീസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ഡേറ്റ റിട്രീവ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇതിൽ നമുക്ക് സെലക്ട് ക്വറിയിൽ പാറ്റേൺ മാച്ചിനായിട്ട് നമുക്ക് പെർസെൻറ്റേജും അണ്ടർസ്കോറും തുടങ്ങിയ വൈൽഡ് ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻഹാൻസ്ഡ് റീഡബിലിറ്റിക്ക് നമുക്ക് അലിയാസസ് യൂസ് ചെയ്യാം. സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ ഡേറ്റ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റെപ്പിൽ നിങ്ങൾ പഠിക്കേണ്ടത് വെയർ ക്ലോസും അഡ്വാൻസ്ഡ് ഫിൽറ്റേഴ്സും എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓരോ നോട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ സ്പെസിഫിക് വാല്യൂ റേഞ്ചിനുള്ള ഡേറ്റ ഫിൽറ്റർ ചെയ്യാനായിട്ട് ബിറ്റ്വീനും ഇൻ തുടങ്ങിയവയൊക്കെ യൂസ് ചെയ്ത് പഠിക്കാം. ഏറ്റവും അവസാനം നമ്മൾ പഠിക്കേണ്ടത് ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, SQL ഉപയോഗിച്ച് നമുക്ക് ഡേറ്റ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് നമ്മൾ അറിയേണ്ട ഇൻസേർട്ട്, അപ്ഡേറ്റ് പോലുള്ള ക്വറീസും പിന്നെ എങ്ങനെ ഡേറ്റ റിമൂവ് ചെയ്യാം, ഡേറ്റ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഡിലീറ്റും റിമൂവ് കമാൻഡ്സിനെ കുറിച്ചൊക്കെയാണ്. ഇതിനുശേഷം ഡേറ്റ സോർട്ട് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനുള്ള ക്വറീസ് ലൈക്ക് ഓർഡർ ബൈ, സോർട്ട് ബൈ യൂസ് ചെയ്യാം. പിന്നെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് ലൈക്ക് സം, ആവറേജ്, കൗണ്ട് എന്നിങ്ങനെയുള്ളവ യൂസ് ചെയ്യാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ SQL ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ സ്കില്ല് നേടിക്കഴിഞ്ഞു, ഒരു ഡേറ്റ അനലിസ്റ്റ് ഒരു ഇൻ്റർമീഡിയറ്റ് സ്കില്ല് നേടിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാം. ഇത്ര ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സബ് ക്വറീസ് എഴുതുന്നത് മൾട്ടിപ്പിൾ ലെവൽസുള്ള ഒരു കോംപ്ലക്സ് ഓപ്പറേഷൻ വേണ്ടിയിട്ടാണ്. പിന്നെ മൾട്ടിപ്പിൾ ടേബിൾസിൽ നിന്ന് ഡേറ്റ ജോയിൻ ചെയ്യാനൊക്കെ ജോയിൻ കമാൻഡ് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. പിന്നെ ഡേറ്റ ഫാസ്റ്റായിട്ട് റിട്രീവ് ചെയ്യാനും എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്ന ഇൻഡെക്സസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിന് കോംപ്ലക്സ് ക്വറി സിംപ്ലിഫൈ ചെയ്യാനായിട്ട് വ്യൂ എന്ന കമാൻഡിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇതൊരു ഏകദേശം നമ്മൾ 20 ക്വറിയാണ് പറഞ്ഞത്. സെലക്ട്, ഫ്രം, വെയർ, ഓർഡർ ബൈ, ലിമിറ്റ്, ഓഫ്സെറ്റ്, ഇൻസേർട്ട്, ഡിലീറ്റ്, റിമൂവ്, അപ്ഡേറ്റ്, ദെൻ ജോയിൻ, സോർട്ട് ബൈ, ഓർഡർ ബൈ, ഗ്രൂപ്പ് ബൈ, ഇൻഡെക്സസ്, വ്യൂ. ഈ 20 ക്വറീസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ SQL മാസ്റ്ററായി. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. SQL പ്രൊജക്റ്റ് ഉൾപ്പെടെ പഠിക്കാനായിട്ട് വെറും 1 മാസം മതി. അപ്പോൾ അതിന് ഏതൊക്കെ റിസോഴ്സ് ഉപയോഗിക്കാമെന്നും ഏതൊക്കെ കോഴ്സ് ഉണ്ടെന്നും ഞാൻ പറയാം. അതിനു മുമ്പ് SQL പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ജോബ് റോൾ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യമായിട്ട് പറഞ്ഞുകൊണ്ട് ഡേറ്റ അനലിസ്റ്റ് എന്ന ജോബ് റോൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ക്രാക്ക് ചെയ്യാൻ പറ്റും. BA അനലിസ്റ്റ് പറ്റും. ഡേറ്റ എഞ്ചിനീയർ ജോബ് റോൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. SQL ഡെവലപ്പർ, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, BA അനലിസ്റ്റ് തുടങ്ങിയ ജോബ് റോളിൽ നിങ്ങൾക്ക് ജോബ് നേടാൻ കഴിയുന്നതാണ്. നിങ്ങൾ SQL പഠിക്കുന്ന ഫ്രീ റിസോഴ്സസ് ഖാൻ അക്കാഡമിയിലുണ്ട്. ദെൻ ഫ്രീ കോഡ് ക്യാമ്പിൽ അവൈലബിൾ ആണ്. കൂടാതെ SQLന്റെ ഒരു കോഴ്സ് അടുത്ത 1 മാസ കാലഘട്ടത്തേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് നൽകുന്നതാണ്. അതിനുള്ള താഴെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു കാര്യം പഠിച്ചാലും അത് തിയററ്റിക്കല്ല പ്രാക്ടിക്കലായിട്ട് പഠിക്കണം. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുള്ള 5 പ്രൊജക്ട്സ് ഉണ്ട്. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് SQL ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് കൂടി അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് ജോബ് റോൾ നിങ്ങൾക്ക് ഒരു മെൻറ്ററിൻ്റെ സപ്പോർട്ട് കൂടി എന്തൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഇൻറ്റേൺഷിപ്സ് ചെയ്ത് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് 9146222123. നിങ്ങൾക്ക് ഇതുപോലത്തെ ഏത് കാര്യത്തിനെ കുറിച്ച് അറിയണം, ജോബ് റോളിനെ കുറിച്ച് അറിയണം, ടെക്നോളജിയെ കുറിച്ച് അറിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയണം എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. സോ വൺസ് അഗൈൻ ഐ ആം സാഹിർ. താങ്ക് യു.